ഹായ് ഫ്രണ്ട്സ്, ബീസർ ഗാർഡൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് വരിക്കച്ചക്കയുടെ വിശേഷങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ പ്ലാവിൽ കുറേ വരിക്കച്ചക്ക ഇപ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. ആദ്യമേ വീഴും. അപ്പം ഇപ്പോൾ അത് അടത്താൻ പാകമായി വരുന്നുണ്ട്. ഒരു തിങ്കൾ ചൊവ്വയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അടത്താൻ പറ്റും. അപ്പം നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കാൻ എത്തിച്ചു തരുന്നതായിരിക്കും. ഇതിപ്പോൾ വണ്ടിക്കാരൊക്കെ കുറേ വന്ന് ചോദിച്ചു തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പം ചക്ക ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ കറി വെക്കുന്ന രീതിയിൽ പാക്ക് ചെയ്ത് കൊല്ലം, കൊട്ടാരക്കര ആ ഭാഗങ്ങളിൽ അടുപ്പിച്ചുള്ളവർക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു മെയിൻ സെൻറ്റർ കേന്ദ്രീകരിച്ച് സാധനം എത്തിച്ചു തരാം. അപ്പോൾ നിങ്ങളത് പാക്ക് ചെയ്താണ് നമ്മൾ സാധനം തരുന്നത്. അപ്പം നിങ്ങൾക്ക് അവിടെ വന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിലയും ഒക്കെ നമ്മൾ പിന്നീട് പറയാം. അപ്പോൾ ആവശ്യക്കാർ ആവശ്യമുണ്ട് എങ്കിൽ മാത്രമല്ലേ വില പറയണ്ടൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടുന്ന നമ്പർ നമുക്ക് തരാം. പിന്നെ നമ്മൾ എത്തിച്ചേരുന്ന സെൻറ്ററും അടുത്ത വീഡിയോ ആയിട്ടിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയാം. നല്ല വരിക്കയാണ്, തേൻ വരിക്കയാണ്. പഴുപ്പിച്ച് കഴിക്കേണ്ടുന്നവർക്ക് പഴമാക്കി ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ എത്തിക്കാം. അതല്ല കറി വെക്കാനായിട്ടാണെങ്കിൽ പെട്ടെന്ന് കറി വെക്കുന്ന രീതിയിൽ പാക്ക് ചെയ്ത് വൃത്തിയാക്കിയാണ് നമ്മൾ സാധനം എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ കൂഞ്ഞ് വേണ്ടുന്നവർക്ക് അത് വൃത്തിയാക്കി റെഡി ടു കറി എന്ന രീതിയിൽ തന്നെ നമ്മൾ എത്തിക്കാം, കുരുവും എല്ലാം. അപ്പം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് ഇടുക. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് നടത്തിയിട്ട് പൊളിച്ച് പാക്ക് ചെയ്യാൻ പറ്റൂ. കാരണം പാക്ക് ചെയ്ത് വെക്കുന്ന സാധനമല്ലല്ലോ ഇത്. പാക്ക് ചെയ്യുക, അന്നേരം സെയിൽ ചെയ്യുക, അത്രയേ പറ്റത്തുള്ളൂ. കാരണം കൂടുതൽ സ്റ്റോറേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെന്നീരാവും, അപ്പോൾ കയ്പ്പാവും ചക്കയ്ക്ക്. അപ്പം നിങ്ങൾ മെസ്സേജ് ഇടുക.